ഹായ്. നല്ല മഴയും തണുപ്പൊക്കെയാണല്ലേ. അപ്പോൾ ചെറിയ മടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും സേഫല്ലേ? വയനാട്ടിലെ ന്യൂസൊക്കെ കാണുമ്പോൾ വീണ്ടും ആ പുഴയൊക്കെ കുത്തിയൊലിച്ചൊഴുകുന്നതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പേടിയും ഒരു വിഷമവും എല്ലാം. അപ്പോൾ എല്ലാവരെയും ഇനിയൊരു ദുരന്തം ഉണ്ടാവാതെയും ഇനിയൊരു അപകടവും ഉണ്ടാവാതിരിക്കാൻ എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. അതാണല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. രാത്രിയൊക്കെ നല്ല പെയ്ത്തായിരുന്നു മഴ. മുറ്റത്തൊക്കെ അതുകൊണ്ട് നിറച്ച് ഇലയാണ്. പിന്നെ മഴ ആയതുകൊണ്ട് ഇപ്പം നമുക്കതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അടിച്ചാൽ നീങ്ങിയുമില്ല ഈ മുറ്റെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ മഴയൊക്കെ തോർന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ മുറ്റടിക്കാനൊക്കെ ഇറങ്ങുള്ളൂ. പിന്നെ ഇന്ന് ക്ലാസ്സും ഇല്ലല്ലോ, 10ാം ക്ലാസ്സുകാർക്കൊക്കെ ലീവാണ്. അപ്പോൾ അതും കൂടിയാണ് ഇങ്ങനെ മടി പിടിച്ചിരിക്കണത്. ചായയൊക്കെ കുടിച്ച് റസ്ക് വാങ്ങിച്ചിരുന്നു. മോന് പനിയുണ്ട്, അപ്പോൾ അവന് വേണ്ടി റസ്ക് വാങ്ങിച്ചു. അപ്പോൾ അതിൽ നിന്ന് 2 റസ്ക് എടുത്ത് ചായ കുടിച്ചു. പിന്നെ ഇന്നലത്തെ ബീഫൊക്കെ ഇരിക്കണ്ടായിരുന്നു, ഒരു പാക്കറ്റ് ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അതൊക്കെയാണ് മടി പിടിക്കാനൊരു കാരണം കൂടി. കിച്ചണിലേക്ക് രാവിലെ തന്നെ കയറണ്ടല്ലോ. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ. പിന്നെ തണുപ്പാണ് മഴയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ സൂപ്പർ ഫാസ്റ്റായിരിക്കും. പിന്നെ ചപ്പാത്തിയൊക്കെ വേഗം ചുട്ടെടുത്ത് അപ്പോഴേക്കും ഇക്കാക്ക പുറത്ത് പോയി വന്നപ്പോൾ മീൻ കൊണ്ടുവന്നായിരുന്നു. നല്ല ഇലയിരുന്നു കേട്ടോ കണ്ടപ്പോൾ. പക്ഷേ അത് നന്നാക്കി വറുത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേ മീനൊക്കെ നന്നാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മടി ആയതുകൊണ്ട് പരിപ്പ് കറിയാണ് കേട്ടോ. മടിയുള്ള ദിവസം വെക്കണ കറിയാണ് പരിപ്പ് ഉള്ളി മുളക് പൊടിച്ച് വെക്കണത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ കറിയും വെച്ച് പിന്നെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ബാക്കിലൊക്കെ ഞങ്ങളുടെ വാഴയല്ല, ബാക്കിൽ പറമ്പിലുള്ള വാഴ ഇതേ മറിഞ്ഞൊക്കെ കിടക്കണം കണ്ട. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളെയൊക്കെ പുറത്തേക്കൊന്നും വിടാതിരിക്കുക, മാക്സിമം പുറത്തേക്ക് ഇറങ്ങാതെയൊക്കെ നോക്കുക. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.